എന്താണ് കുരിശടിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ രക്ഷപ്പെട്ടാൽ മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തും. അതാണ് കുരിശടി ചെയ്യണത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ നിയോഗങ്ങളിൽ ഗ്യാരണ്ടി മറ്റുള്ളവരുടെ രക്ഷ. ഈ ദിവസങ്ങളിലെ റിനു റോജിൻ എന്ന് പറഞ്ഞൊരു ദമ്പതികൾ സാക്ഷ്യം പറഞ്ഞു. റിനു റോജിൻ അത് ഒരു ഒന്നൊന്നര സാക്ഷ്യമാണ്. കുറേ ഘട്ടങ്ങളുണ്ട്, 13 ഘട്ടങ്ങളാൻ പറ്റിയ സാക്ഷ്യത്തിനുണ്ട്. ഞാൻ എല്ലാം ഒന്നും പറയാൻ ഉദ്ദേശിക്കണില്ല. അതിൻ്റെ ഒരു ഉദ്ദേശം, റിനു റോജിൻ ദമ്പതികളാണവർ. പെട്ടെന്ന് ഈ ഭർത്താവിന് ഒരു പനി വരും, 6 ഡിഗ്രി, അതായത് 106 ഡിഗ്രി. അതിൻ്റെ കാരണം ഒരു പ്രത്യേകതരം ബാക്ടീരിയ ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ കയറും. എവിടുന്നാണ് കയറിയെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അത് അംബികസ്, അത് ശരിയാണോ ഇല്ലെന്ന് നമുക്ക് ടെസ്റ്റിഫൈഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. പക്ഷെ പനി വിട്ട് മാറുന്നില്ല. പനി കയറി പോയി അവസാനം ഡോക്ടർ ഇവളോട് പറയുകയും ഐസിയുലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ട് പറയും, ഐസിയുന്ന് എത്ര കാലം കഴിയുമ്പോൾ എടുക്കാൻ പറ്റുന്ന അറിയത്തില്ല, ഈ ബാക്ടീരിയ കയറി കാരണം. എന്നാ ബാക്ടീരിയ ആണത്? സ്റ്റഫൈലോ ഫൈക്കസ് കോക്കസ്. സ്റ്റഫൈലോ കോക്കസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയാണ്. അത് കയറിയിട്ട് തന്നെ ബ്രെയിനിൽ കയറും, പിന്നെ കിഡ്നിയിലും കരളിലും ഒക്കെ കയറും. ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഡാമേജ് ആകും. ഭയങ്കര സീരിയസ് ആയി, അയാളെ മരിക്കുന്നൊരു കണ്ടീഷനായി. അപ്പോൾ ഇവൾ പറയണ കുറേ വാക്കുകളുണ്ട്. സാക്ഷ്യം നിങ്ങൾ കേൾക്കണ്ട. റിനുവിൻ്റെ സാക്ഷ്യം ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സാക്ഷ്യമാണ്. പ്ലെയിൻ മിറക്കിൾ ബൈ മിറക്കിൾ. ഒത്തിരി മിറക്കിൾസ് ഉണ്ടെങ്കിലും മിറക്കിൾ അല്ല അതിൻ്റെ അകത്തുള്ള സംഭവം. മിറക്കിളിനേക്കാൾ ഉപരി അതിൻ്റെ അകത്തൊരു സ്പൈനൽ കോഡ് പോകുന്നുണ്ട്. ദൈവാനുഭവത്തിൻ്റെയും ദൈവത്തിൻ്റെ കണ്ടെത്തലിൻ്റെയും ഒരു സ്പൈനൽ കോഡ് പോകുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ഡെലിറിയം സിറ്റുവേഷൻ ദൈവം മരിച്ചു പോകുന്നുള്ള ചിന്ത വരുമ്പോൾ ഉടനെ ഇവൾ പറയണത്, എനിക്കൊരു അഭയവുമില്ല. ആകപ്പാടെ എനിക്കുള്ളത് എന്താണ്? എൻ്റെ ഉടമ്പടിയാണെന്ന്. ഓ, എന്നെ വർത്താന, വല്ലാത്ത വർത്താന. ആ ഒരു സിറ്റുവേഷനിലേ എനിക്ക് ആകപ്പാടെയുള്ള അഭയം. കാര്യം ഇതിന് മരുന്നില്ല, ഒരു ഓപ്പറേഷൻ വേണം, ഏതെല്ലാം ഓർഗൻസ് ഓപ്പറേറ്റ് ചെയ്യണമെന്നൊരു പിടിയില്ല. സർജൻ എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും, കാശ് റെഡിയാക്കിക്കോ. സർജനെ കാണുമ്പോഴൊക്കെ പേടിയാണ്. ആ മനുഷ്യൻ പിടിക്കുന്ന 2 കാര്യം പറയാനാണ്. എന്താണ്? ഓപ്പറേഷൻ കാശ് റെഡിയാക്കിക്കോ, പിന്നെ മാനസികമായിട്ട് ഒരുങ്ങിക്കൊള്ളാൻ. ചിലപ്പോൾ ചത്തുപോകുന്നതായി പറയണത്. ഇവർക്കൊക്കെ അത്രേ പറയാൻ പറ്റത്തുള്ളൂ. എത്ര വലിയ സർജനായെന്ന് പറഞ്ഞാൽ, എത്ര എക്സ്പീരിയൻസ്ഡ് ആയാലും ഒരു വിഷയം നമുക്കുണ്ടായാൽ അവർക്ക് 2 കാര്യങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ. എന്താണ്? ഒന്ന്, മാനസികമായിട്ട് ഭർത്താവിനും മരണത്തിനായി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. രണ്ടാമത്തെ എന്താണ്? കാശ് റെഡിയായിക്കൊള്ളുക. പോരെ? അപ്പോൾ അവൾ പറയണതേ അതാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്നറിയാവോ? ഞാൻ കല്യാണ നിശ്ചയത്തിൻ്റെ ദിവസം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ കെട്ടാൻ പോകുന്ന പയ്യൻ നീയാണ് സെലക്ട് ചെയ്തത്, അതാ ചുമ്മാ എനിക്ക് തോന്നിയതാണെന്ന് ചോദിച്ചു. നീ അല്ല സെലക്ട് ചെയ്തെങ്കിൽ ഇപ്പം പറയണം, ഞാൻ ഇപ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്, കല്യാണം വേണ്ട. എന്നിട്ട് ഇവിടെ അവിടെ കല്യാണ നിശ്ചയത്തിൻ്റെ തലേ ദിവസം വിശ്വാസപ്രമാണം ചൊല്ലും. ഒരു റിലേഷൻ കണ്ട. അതാണ് ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന യാഥാർത്ഥ്യങ്ങളോടുള്ള ഇൻറ്റിമസി എന്ന് പറയണത്. ചില ആൾക്കാർ കാണിക്കുന്നത് നമുക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. അവർ കല്യാണ നിശ്ചയത്തിൻ്റെ തലേ ദിവസം പറയണേ, കർത്താവേ, ഈ കെട്ടാൻ പോണ പയ്യൻ നിൻ്റെ സെലക്ഷനാണോ? അത് മാനുഷികമായിട്ടുണ്ടായ സംഭവമാണോ ഇത്? ഇനി ആണോ അല്ലേന്ന് നീ പറഞ്ഞാൽ, നീ എന്ത് പറഞ്ഞാലും ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആരുമില്ല, അവളുടെ ദൈവവും മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്താവ് വചനം എടുത്തപ്പോൾ അവളോട് സംസാരിച്ചു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ജെറമിയ 29:11. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇപ്പോൾ ദൈവത്തിന് നമ്മളുടെ സത്യസന്ധത പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം കമ്മ്യൂണിക്കബിൾ ആവും. നിങ്ങളൊക്കെ ഈ വചനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണതാണേ. എന്നിട്ട് തുറന്നു നോക്കിച്ചു, അതങ്ങനെയാണ്, അതങ്ങനെയല്ല, അതിങ്ങനെ ഇരിക്കുമെന്ന് പറയും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വചനം
നിങ്ങളുടെ സുഖത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ വചനം വളച്ചൊടിക്കും. അത് കർത്താവിനറിയാം. ചുമ്മാ ദൈവത്തെ പറ്റിക്കാൻ വേണ്ടി വചനം നോക്കണമെന്നറിയാം. വചനം നോക്കുന്നവരെ ഒന്നൊന്നര ജപമാലയൊക്കെ ചൊല്ലി അവിടെ കുത്തിയിരുന്ന് നേരത്തെ ഒന്ന് പോയി കുമ്പസാരിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സ് അറിയാൻ വേണ്ടിയാണ് എടുക്കണമെന്ന്. തന്നെയല്ല, മുൻകാല വചനം നോക്കുന്നവരോട് ഷാർപ്പാകണമെങ്കിൽ മുൻകാല അനുഭവങ്ങൾ വേണം ദൈവത്തിന്. മുൻകാല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് വചനത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പഞ്ഞവുമില്ല. ദൈവം ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം വേണ്ട. അതിനെന്താണ് എളുപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ കിട്ടിയ വചനം അനുസരിച്ചാണ് ജീവിച്ചതെന്നുള്ള ഫോർമൽ റെക്കോർഡ്സാണ് പ്രശ്നം. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. പഴയ റെക്കോർഡ്സ് ഇല്ലേ, നിങ്ങൾ നേരത്തെയൊക്കെ വചനം എടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോഴും നിങ്ങൾ എന്നിട്ട് ആ വചനത്തിനെതിരായിട്ടായിരിക്കും ചെയ്യണത്. കർത്താവ് പറഞ്ഞ ആ സ്ഥലം എടുക്കരുതെന്ന് പറഞ്ഞു. ചിലപ്പോൾ ആ സ്ഥലം എടുക്കാൻ വേണ്ടി വചനം നിങ്ങൾക്ക് സ്ഥലം വേണം, അതെടുക്കാനുള്ള വചനം നിങ്ങൾ പ്രാർത്ഥിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഹക്കൽ ദേമാ രക്തത്തിൻ്റെ പറമ്പെന്നുള്ള വചനമായിരിക്കും ചിലപ്പോൾ കിട്ടിയത്. അപ്പോഴതിൻ്റെ അർത്ഥം എന്താണ്? അതെടുക്കരുതെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷേ നിങ്ങളെന്ത് ചെയ്യും? അയ്യോ അതെങ്ങനെ ചെയ്യാം, ഞാനെടുത്തില്ല, അവളാട്ട് കയറി എടുക്കുമെന്ന് പറയും. മനസ്സിലായില്ലേ? വേറെ ഒരുത്തി വീടിൻ്റെ പുറകിൽ താമസിക്കുന്നുണ്ട്, ഞാനെടുത്തില്ലെങ്കിൽ ആ പറമ്പ് അവൾ കയറി അടിക്കും. പിന്നെ അവളുടെ പൊങ്ങച്ചത് ഞാൻ കാണണം. അതിപ്പോൾ ഞാൻ ഉപയോഗിക്കണ്ടല്ലോ, മക്കൾക്ക് കൊടുത്താൽ മതി, അല്ലെ വിൽക്കാൻ വേണ്ടിയല്ലേ ഞാനെടുക്കും. ഇങ്ങനെ തരികിട തട്ടാമുടിയൊക്കെ പറയും ദൈവത്തോട്, ഇതിൽ സ്ഥലം എടുക്കും. അപ്പോൾ തന്നെ നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. എന്താ കാര്യം? നീ ഒരു വചനം പറഞ്ഞാലും നിൻ്റെ താല്പര്യം അനുസരിച്ചുകൊണ്ട് നിൻ്റെ ലാഭം നോക്കിയും നീ അത് വളച്ചൊടിച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തെ നിരാകരിക്കൂ. അങ്ങനെ ഒരിക്കൽ നിരാകരിച്ചാൽ പിന്നെ വചനത്തോട് സംസാരിക്കത്തില്ല. വചനത്തെ സംസാരിക്കേണ്ട ഒരു കുഴപ്പമില്ല. ഞങ്ങളൊക്കെ തന്നെ ഈ വചനം തുറന്നു നോക്കി തന്നെയും വചനം എടുപ്പിച്ചും തന്നെ ജീവിക്കണത് എത്രയോ വർഷങ്ങളായി. ഷാർപ്പ് ഷൂട്ടാണ്, കറക്റ്റ്. 2+2 4 പറയത്തുള്ളൂ, അല്ലാതെ 4.1 ഒന്നും പറയത്തില്ല. ദൈവം ഇൻട്രാക്ട് ചെയ്യണമല്ല, എൻ്റെ മീഡിയം അതാണ്. എല്ലാ സമയത്തുമൊക്കെ നമ്മളുടെ കൂടെ ഇങ്ങനെ നെടല് പോലെ ഇങ്ങനെ ദൈവം സഞ്ചരിക്കും. ഉടമ്പടി പോലെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റിയ ഒരു സംഭവമില്ല. കാര്യം മറ്റേത് പ്രാർത്ഥന നോക്കിയാലും ഉടമ്പടി 10 പേരെടുത്താൽ അവർ സത്യസന്ധരാണെങ്കിൽ 10 പേരുടെ കൂടെയും ദൈവം സഞ്ചരിക്കും. സ്വപ്നത്തിനെങ്കിൽ സ്വപ്നം, ദർശനമെങ്കിൽ ദർശനം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മോൾ സാക്ഷ്യം പറഞ്ഞു, ദൈവമേ നീ എന്നെ കൈവിട്ടാ, ഞാൻ പാപ്പരായല്ല എന്ന് ഞാൻ ചിന്തിച്ച് വിഷമിക്കണ ആ സമയത്ത് തന്നെ കൃപാസനത്തിൽ മാതാവിൻ്റെ മുമ്പിൽ 16 നൂറുകണക്കിന് മെഴുകുതിരി കത്തിക്കണ മാതാവിൻ്റെ ഫണ്ട് വശത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്കടിക്കണ ഒരു മെഴുകുതിരിയുടെ ഉരുകിയ മണമുണ്ട്. അതെന്നെ പാസ് ചെയ്ത് പോയെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ കൈവിട്ടിട്ടില്ല, അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന്. അതായത് ഇപ്പം ഞാൻ തന്നെ, അതായത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരു അമേരിക്കൻ ധ്യാനം വന്നു. അപ്പോൾ ഞാൻ കൽക്കട്ടയിൽ പോയി വിസ ഇൻ്റർവ്യൂ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ 160 ഫോം കാണാനില്ല പോയി. അപ്പോൾ ഞാനവിടെ അത് പോയാൽ പിന്നെ ഇൻ്റർവ്യൂ നടക്കത്തില്ല. ഞാനവിടെ നിന്ന് കൂളായിട്ട് ജവമാല ചൊല്ലിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരയാൾ പറഞ്ഞ് കയറാൻ പറ്റത്തില്ല, നിങ്ങളുടെ ബയോമെട്രിയുടെ പേപ്പർ കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കൂടാതെ നിൽക്കുകയാണ്. ഞാൻ കൂടെ നിൽക്കുകയാണ്. സാർ എൻ്റെ ഉണ്ടായിരുന്നതാണ്, 25 കിലോമീറ്റർ അകലെയാണ് എൻ്റെ ഹോട്ടൽ, വേണമെങ്കിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം, പക്ഷേ ഇവിടെ എൻ്റെ രേഖകൾ കാണുമല്ലോ, സാർ ഒന്ന് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ നിൽക്കണം. നിൽക്കുമ്പോൾ ഞാൻ ഓർത്തത്, ഈശോ ഇതിൻ്റെ അകത്ത് വല്ല കേസും ഉണ്ടോ എന്ന് ചോദിച്ചു. കേസ്. അപ്പോൾ എന്നിട്ട് അവസാനം ഈ മനുഷ്യന് ഒരു അറിവ് തോന്നിയിട്ട് അവിടെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്കൂടി എന്നെ കയറ്റിക്കൊണ്ടുപോയി അവിടെ ഇൻ്റർവ്യൂ നടക്കി. ഞാൻ ചെല്ലുമ്പോൾ പല കൗണ്ടേഴ്സാണ്. കൗണ്ട് ചെയ്യുമ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞ് നീ കൗണ്ടറിൻ്റെ എണ്ണം നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എണ്ണം നോക്കിയപ്പോൾ നമ്പർ 6 ആണ്. അപ്പം ഇറ്റ്സ് ഓക്കെ, ഇനി പോയാലും പോയില്ലെങ്കിലും കുഴപ്പമില്ല. എന്താ കാര്യം, അമ്മ കൂടെ ഉണ്ടല്ലോ, അത് മതി. നമ്പർ 6 ആരുടെ നമ്പരാ? അമ്മയുടെ നമ്പരാ. അത് നിങ്ങളെപ്പോഴും സൂക്ഷ്മതയുള്ളവരായിരിക്കണം. എല്ലാ സമയത്തും ഈ പ്രസൻസ് എന്ന് പറഞ്ഞ ഉടമ്പടിയുടെ ഒരു ഇട്ടിവെട്ട് സംഭവമാണ്. അത് ഈ ഉടമ്പടി എന്ന് പറയുമ്പോൾ മറ്റേതെന്ത് ഇത് ഗ്യാരണ്ടീഡ് അല്ലേ? കാര്യം ദൈവം വാഗ്ദാനം ചെയ്ത അതേ ഫോർമുല നമ്മൾ കണിശവും കൃത്യവുമായിട്ട് പ്രയോഗിച്ചുകൊണ്ട് ഒരു ആധ്യാത്മിക മുന്നേറ്റത്തിൽ നടത്തുമ്പോൾ
നീ കറക്റ്റ് ദൈവപൈതലായിട്ട് മാറുകയല്ലേ. അപ്പോൾ ആ ദൈവപൈതലായിട്ട് മാറണ സമയത്ത് സ്വാഭാവികമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാണ്. അതുകൊണ്ട് നിൻ്റെ സ്വപ്നങ്ങൾ നീ ശ്രദ്ധിക്കണം. ഞാൻ ഇടയ്ക്കൊക്കെ ആൾക്കാരോട് പറയുവേ, ഈ ദൈവം വരുന്ന ദേശീയപാതയാണ്. ഉടമ്പടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദൈവവും നമ്മളുള്ള ബന്ധം പഞ്ചായത്ത് റോഡിൽ നിന്ന് സ്റ്റേറ്റ് ഹൈവേ നിന്ന് മാറിയിട്ട് ദേശീയപാതയായിട്ട് മാറും. അല്ലെങ്കിൽ നമ്മൾ മാറ്റണം അതിനെ. ഇപ്പോൾ ദേശീയപാത എന്താ സംഭവിക്കണത്? ദേശീയപാത ഡൽഹിയിൽ നിന്ന് കന്യാകുമാരിയിലോട്ട് പോകണത് വേറെ ദീർഘദൂര പാതയാണ്. അവരെന്ത് ചെയ്യും? ആ ദീർഘദൂരമുള്ള ആൾക്കാർക്ക് വേണ്ടി സേഫാകാൻ ഇടയ്ക്ക് പട്ടി ചാടി വീഴുക, കഴുത പശു വന്ന് കയറുക. വടക്കേട്ടിലൊക്കെ ചെല്ലുമ്പോൾ പശുവാണ് നേരെ റോഡിൽ കൂടി നടക്കണം മുഴുവനും. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഓട്ടോറിക്ഷയും ആൾക്കാരും സൈക്കിൾ റിക്ഷയും ഇതിൻ്റെയൊക്കെ കാറും പശുവും എല്ലാം കൂടി നടക്കണുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ ഞാൻ പോയി. അപ്പോൾ അവിടെ എല്ലാം ഇത് തന്നെ അവസ്ഥ. അപ്പോൾ അവിടെ അതായത് ഇതുപോലെയുള്ള അവസ്ഥകൾ മാറ്റിയിട്ട് ഇത് എല്ലാവരും കയറി നിരങ്ങണ ഒരു റോഡല്ല ദൂരയാത്രയ്ക്ക് ഉപയോഗിക്കണത്. അത് 2 സ്ഥലത്തും മതിൽ കെട്ടിയിട്ട് ദൂരയാത്രക്കാരെ മാത്രം സേഫ് ചെയ്യാൻ, ലോക്കലായിട്ടുള്ള ചെറിയ ദൂരത്തിൽ പോകുന്നവർക്കെല്ലാം സർവീസ് റോഡ് കൊടുത്തിരിക്കുകയാണ് ഗവൺമെൻറ്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ഒരു ദീർഘദൂര യാത്രയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കിയേക്കണം. പട്ടി പശു കഴുത ആവശ്യമില്ലാത്തൊക്കെ പോയി നിരങ്ങരുത്. എല്ലാത്തിടത്തും പോയി വാർത്തലൊക്കെ പിടിക്കരുത്. അതിന് ഇപ്പോൾ കൃപാസനത്തിൽ എനിക്കൊരു പോളിസിയുണ്ട്. കാര്യം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാക്ഷ്യം കുറഞ്ഞാൽ മാത്രമേ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഉടമ്പടിയിലുള്ള അനുഭവങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരു കറക്ഷൻ കൊടുക്കും, അത്രേ ഉള്ളൂ. ആ ചാപ്റ്റർ അടച്ച് ക്ലോസ് ചെയ്യും. ഒന്നെങ്കിൽ അയാളെ ഞാൻ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ അയാളുടെ ഈ കൃപാസനത്തിലുള്ള ഓരോ കൗണ്ടറിലൊക്കെ ഓരോ ആൾക്കാർ ഇരിപ്പില്ലേ, ആ കൗണ്ടറിലുള്ള അവരുടെ ജോലി ഞാൻ ക്ലോസ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് മുന്നോട്ട് പോകത്തില്ല. എന്താ കാര്യം? അതൊക്കെ ലോക്കൽ പരിപാടികളാണ്. നമുക്ക് ആ ലക്ഷ്യങ്ങളില്ല. നമ്മുടെ ലക്ഷ്യം നമ്മൾ ദേശീയ പാതയിലൂടെ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ നിത്യതയ്ക്കുള്ള യാത്രയിൽ നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കണം. ഇപ്പോൾ ആ നാത്തിനുമായിട്ട് ഇടിവെച്ച്, അമ്മായിയമ്മയുമായിട്ട് ഇടിവെച്ച്, മരുമകളുമായിട്ട് ഇടിവെച്ച്, പിന്നെ ഓരോ കാര്യത്തിന് കയറി നിങ്ങൾ കെട്ടുപിണഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അത് മതിൽ കെട്ടി തിരിച്ചിട്ട് കഴുതയും പശുവൊക്കെ പോകാൻ വേണ്ടി സർവീസ് റോഡ് വെച്ചേക്കണം. അത് നിങ്ങൾ നിത്യതയിലേക്ക് പോണ വഴിയാണ്. നിത്യതയിലേക്കുള്ള വഴിയിൽ നല്ല ആവശ്യമില്ലാത്ത ട്രാഫിക് ഉണ്ടാക്കരുത്. യു ഗോട്ട് ദ പോയിന്റ്. പീഡിയ ആവശ്യമില്ലാത്ത വണ്ടി പോയി തലയിടരുതെന്നാണ് ഈ പറഞ്ഞോളൂ വെച്ചാൽ. ഓരോരുത്തരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ദി ഹാവ് നോ ഐഡിയ. നിങ്ങൾ മൂളിക്കേക്കും, ചിലപ്പോൾ അവരോട് ചിലപ്പോൾ യെസ് ഓർ നോ പറയും, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ പേഴ്സണലായിട്ടും അതിനകത്ത് ഇൻവോൾവ് ചെയ്യരുത്. കാര്യം എന്താ? നിങ്ങൾ ഉടമ്പടിയിലാണ് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുമായി ഉടമ്പടിയിലായിട്ടുള്ള നിത്യതയുടെ ദേശീയപാതയിൽ സഞ്ചരിക്കുന്ന എന്നെ ആ പാതയിലൂടെ നിത്യത വരെ സഞ്ചരിക്കുന്നതിന് പിൻപിടുത്തം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും എനിക്ക് വിടുതൽ നൽകണം. റീനോട് സർജൻ എന്താ പറയണത്? പൈസ റെഡിയാക്കി വെക്കണം. പിന്നെ എന്താണ്? എന്ത് കാഷ്വാലിറ്റിയും ഫേസ് ചെയ്യാൻ മനസ്സൊരുക്കം ഉണ്ടാകണം. അത്രേ ഉള്ളൂ. അപ്പോൾ റീനു പറയും, അത് കുഴപ്പമില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചായിരുന്നു ഈ മനുഷ്യനെ കല്യാണം കഴിക്കാൻ നേരത്ത്. നിശ്ചയത്തിൻ്റെ ദിവസം തന്നെ ചോദിച്ചു, നിൻ്റെ സെലക്ഷനാണോ എൻ്റെ സെലക്ഷനാണോ പറഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയാണ് നിൻ്റെ ഭർത്താവെന്ന് പറഞ്ഞു. അയ്യോ, അപ്പോൾ എനിക്ക് പറഞ്ഞു ഞാൻ ഹാപ്പിയായി. ഞാൻ ഹാപ്പിയായി. എന്തൊക്കെയാണ്? ഈ മനുഷ്യന് എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതാണ് ക്രിസ്തുവിനെ കക്ഷി ചേർക്കാൻ കണ്ടില്ലേ? ഓരോ മനുഷ്യന്മാർ വളരണത്. അവർക്കൊരു 10-26 വയസ്സേ ഉള്ളതെന്ന് കണ്ടിട്ട്. പക്ഷേ ഇട്ടിവിടെ വർദ്ധാനം പറയണത് 10-76 കൊല്ലം ഇവിടെ ജീവിച്ചതിൻ്റെ ആധ്യാത്മിക അനുഭവമാണ്. ആധ്യാത്മിക അനുഭവത്തിൽ റീനു പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട്. ആ വാക്കിൻ്റെ ഇങ്ങനെ എടുത്തെടുത്ത് പറയണം. ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട്. എന്താണ് ആ സത്യം? എൻ്റെ പൊന്നു തമ്പുരാൻ എന്നെ ഒരു കാരണവശാലും കൈവിടത്തില്ലെന്ന്. ഓരോ അനുഭവങ്ങളും ഭയങ്കര സംഭവമല്ലേ? അതായത് റിനു ഹാപ്പിയാണ്.
ഇതിൻ്റെ ഇടയ്ക്ക് ഈ സർജൻ ഇങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. കാര്യം റിനു എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചു വളർന്ന ഒരു സത്യമുണ്ട്. എന്റെ പൊന്നു തമ്പുരാൻ ഒരിക്കലും എന്നെ കൈവിടത്തില്ല. ഇതാണ് ഇത് എല്ലാവർക്കും ഉള്ള അനുഭവമാണ്, എല്ലാവർക്കും ഉണ്ടാകേണ്ട അനുഭവമാണ്. എന്താണ്? ദൈവം നിങ്ങളെ കൈവിടത്തില്ല. അത് ബൈബിളിൻ്റെ I will not abandon you at any cost എന്ന് പറയത്തില്ലേ? 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ എന്ന് പറഞ്ഞ ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് അതിൻ്റെ വചനം. അതാണ് ഈ റിനു പറയണത്. ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട്. എന്താ സത്യം? അവിടുന്ന് എന്നെ ഒരു കാരണവശാലും കൈവിടത്തില്ലെന്ന്. എന്താ ഇങ്ങനെ പറഞ്ഞാറേ? ഇങ്ങനെ പറയാൻ കാരണം ഇവളുടെ ഭർത്താവിനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൻ്റെ ധമനിയിൽ ഒരു വെജിറ്റേഷൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ബ്ലഡ് ബ്ലോക്ക് ചെയ്യും, ഹൃദയം ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ്. അപ്പോൾ 1 by 1 ആയിട്ട് ഈ മനുഷ്യനെ ഇപ്പോൾ കൊണ്ടുപോയ രോഗമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ളത് ഹൃദയത്തിന് വാൽവിൻ്റെ ഉള്ളിലൊരു വെജിറ്റേഷൻ, പൂപ്പൽ ഇങ്ങനെ കൾച്ചർ ചെയ്ത് വരികയും അത് വളർന്ന് വരികയും അത് വളർന്നു വരുന്നതനുസരിച്ച് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവൾ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആശുപത്രി ചാപ്പലിൽ കയറിയിട്ട് പറഞ്ഞു ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞു കർത്താവിൻ്റെ. അപ്പം ചാപ്പലിലെ മുഴുവൻ ലൈറ്റ് ഓഫായി കിടക്കുകയായിരുന്നു. ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞപ്പോൾ അവളങ്ങനെ പറയാൻ കാരണമുണ്ട്. അവളുടെ അമ്മ ഒരിക്കൽ അവളോട് പറഞ്ഞു, കൃപാസനം പത്രം കാണിച്ചു കൊടുക്കും. എടി ഇത് കണ്ടേടി, ഈ പത്രാധിപെക്കുറിച്ച് ഈ പ്രാവശ്യം അച്ഛനെ എഴുതിയിരിക്കണ വായിച്ചേ. മോസസ് ഈജിപ്തിൽ ഫറവോനടുത്ത് പോകാൻ പറഞ്ഞപ്പോൾ മോസസ് പറഞ്ഞു ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ പോകും? അപ്പോൾ പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന്. അപ്പോൾ എന്നിട്ട് ഞാനത് വ്യാഖ്യാനിച്ച് പറഞ്ഞു നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഉറപ്പായിട്ടും കർത്താവ് കൂടെ ഉണ്ടാകുമെന്ന്. അവളിപ്പോൾ ഭർത്താവിൻ്റെ ഹൃദയനാളിക്ക് പൂപ്പലടിച്ചപ്പോൾ സർജൻ ഹൃദയം ഓപ്പറേഷൻ ചെയ്യണം, അത് കാഷ്വാലിറ്റി ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഒറ്റക്കാണെന്ന്. അപ്പോൾ ആ ഇരുട്ടത് ചാപ്പലിൽ മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ യേശുവിനെ കണ്ടെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പം ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഈ വെജിറ്റേഷൻ അത് ഓപ്പറേഷന് വേണ്ടി സർജൻ നിർബന്ധിക്കുമ്പോൾ ഇത് എന്ത് കാഴ്ചയാണ് സംഭവിക്കുമെന്ന് ഓർത്തുകൊണ്ട് ഭർത്താവ് തന്നെ അവൾ പറയും ഞാൻ ഇനി അമ്മയുടെ അടുത്ത് നിന്ന് പോയിട്ട് വരാമെന്ന് പറയും. അപ്പോൾ ഭർത്താവ് റോജിൻ ചോദിക്കും റിനു നിനക്ക് ഇപ്പം പോകണോ? എന്താണ് എൻ്റെ അവസ്ഥ മോശമാണ്, ചിലപ്പോൾ നീ വരുമ്പോൾ ഞാൻ ഉണ്ടായില്ലെന്ന് വരും. ആ ചോദ്യം കേൾക്കുന്നത് നമ്മളെ കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ പറയും ഞാൻ ഇനിയിപ്പോൾ ഒരു തീരുമാനത്തിൻ്റെ സമയമായില്ലേ, ഇനി ഞാൻ അമ്മയടുത്ത് പോയിട്ട് വരാമെന്ന് പറയും. അമ്മയടുത്ത് വരാൻ പോകുമ്പോൾ ഭർത്താവ് തേങ്ങും, റീനു നിനക്ക് ഇപ്പം പോകണോ എന്ന് ചോദിക്കും. അപ്പോൾ റീനു പറഞ്ഞ ഉത്തരവുണ്ട്, റോജിൻ ഞാൻ എപ്പോഴെങ്കിലും പോയപ്പോൾ നിങ്ങൾക്ക് ഗുണമല്ലാതെ ദോഷം വന്നിട്ടുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ എന്നാൽ നീ പോകാൻ പറയും. ഇവൾ പോയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ ഈ വെജിറ്റേഷൻ കാണാനില്ലെന്ന് ഡോക്ടർ പറയും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതാണ് റിന്യൂ പറയേണ്ടത്. ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട്. എന്താണ്? ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട്. എന്താണ്? എൻ്റെ ദൈവം ഒരിക്കലും എന്നെ ഉപേക്ഷിക്കത്തില്ല. ഇത് നമ്മളെല്ലാവരും അനുഭവിച്ച് വളരേണ്ട സത്യമാണ്. ഈ ഉടമ്പടി നിന്നോട് പറയണ എന്താ? ഉടമ്പടി ആക്കിയതിൻ്റെ കാര്യം എന്താണ്? ബയലാറ്ററൽ എഗ്രിമെൻറ്റിലൂടെ നിൻ്റെ കർത്താവിൻ്റെ കരങ്ങളെ നിന്നെ പിടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾ ഒരുമിച്ചല്ലേ ഇനി യാത്ര വരണ ദൈവമായിട്ട്. ആ ഒരുമിച്ച് യാത്രയാകാൻ വേണ്ടിയാണ് നിങ്ങളോട് പല സമയത്തും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവൻ പറയണ പോലെ നമ്മൾ ചെയ്യണത്. പിടികിട്ടിയാ?
അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആംബിയൻസ് ആൻഡ് അറ്റ്മോസ്ഫിയർക്ക് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണ ഒരു ആംബിയൻസ്, ഒരു അറ്റ്മോസ്ഫിയർ, ഒരു സാഹചര്യം, ഒരു കാലാവസ്ഥ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അതുകൊണ്ടാണ് ഈ റിന്യൂ പറയവേ, എൻ്റെ ഭർത്താവ് ഇങ്ങനെ മരണത്തോട് നോക്കി നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കർത്താവിന് പറയും, കർത്താവേ, കല്യാണ നിശ്ചയത്തിൻ്റെ തലേ ദിവസം ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ നിൻ്റെ സെലക്ഷനാണോ എന്ന്. അപ്പോൾ നീ പറഞ്ഞില്ലേ നിൻ്റെ പദ്ധതിയാണെന്ന്. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല, എന്തെങ്കിലും വന്നാൽ നീ നോക്കിക്കൊള്ളുമല്ല. എന്നിട്ട് ഇന്നും അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന രീതിയുണ്ട്. വൺസ് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എടുത്തതെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കാവുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എടുത്തതെങ്കിൽ എല്ലാ വിഷയത്തിലും നമുക്കൊരു ഇഷ്ടമുണ്ടാകും. കാര്യം അതെല്ലാം കമ്പാരിറ്റീവായിട്ടുള്ള ഇഷ്ടമാണ്. മറ്റുള്ളവരുടെ ഓരോ കാര്യം കണ്ടിട്ടാണ് നമ്മൾ അതുപോലെയൊക്കെ ആകാൻ വേണ്ടി ശ്വാസം പിടിച്ച് നടക്കുന്നത്. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്നല്ല, അല്ല എല്ലാവരെയും കുറിച്ചുള്ള പദ്ധതിയും ഒരു കളക്റ്റീവായിട്ടുള്ള പദ്ധതി അല്ല, ഒരു പേഴ്സണലായിട്ടുള്ള പ്രോജക്റ്റാണ്, ഒരു കളക്റ്റീവ് പ്രോജക്റ്റ് അല്ല. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിൻ്റെ അനിയത്തിക്കുള്ള പദ്ധതി ആയിരിക്കത്തില്ല നിനക്കുണ്ട പദ്ധതി. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. അനിയത്തിക്ക് എന്താ ഒരു കുഴപ്പമില്ല, നീ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല, നീ ചേടത്തിയാണ്. അനിയത്തി ഒരുത്തന്നെ അവൾക്ക് 19 വയസ്സായപ്പോൾ തന്നെ അവൾ ലൈനടിച്ച് കല്യാണം കഴിച്ചു. അവൾ ആ കൊല്ലം തന്നെ പ്രഗ്നൻ്റായി. ഇപ്പോൾ എന്താ നീ എന്ത് പറ്റി? നീ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല, പ്രഗ്നൻ്റ് വരെ, നീ ചേടത്തിയാണ്. നീ എന്ന കുഞ്ഞുനാൾ തൊട്ട് മാതാവിൻ്റെ ദൈവത്തിന് മാറാതെ നടക്കുന്ന ആളാണ്. കണ്ടില്ലേ അനുഭവങ്ങൾ. എന്തെങ്കിലും ദൈവത്തിൽ നേടിയെടുക്കാനുള്ള ഭൗതികമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നീ ദൈവത്തെ ലക്ഷ്യം വെച്ചാൽ ദൈവത്തെ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കും. എന്താ കാര്യം? ദൈവത്തിൻ്റെ പദ്ധതി, ചേടത്തിക്കൊരു പദ്ധതി ഉണ്ടാകും, അനിയത്തിക്ക് പദ്ധതി വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് പറയണത് 29:11, എനിക്ക് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടല്ല, നിങ്ങളെക്കുറിച്ച് കുടുംബത്തിൽ മൊത്തം പദ്ധതി ഉണ്ടെന്നല്ല, ചില പദ്ധതികൾ പേഴ്സണലാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ അത് ദൈവവും ഞാനും തമ്മിലുള്ള നിത്യരക്ഷയെ അവലംബമാക്കുന്ന ദൈവത്തിന്റെ സ്വകാര്യ സ്നേഹത്തിന്റെ പദ്ധതിയാണെന്ന് വിവേചിച്ച് മനസ്സിലാക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കണേ. അനുഭവത്തിൻ്റെ യാത്രയിൽ നമ്മളൊരു ഇതുപോലുള്ളൊരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയണത്, നമ്മുടെ അപേക്ഷയും ആവശ്യവും ചില സമയത്ത് രണ്ടായിരിക്കും. അനുഭവത്തിൻ്റെ യാത്രയിൽ നമ്മളൊരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ, ജംഗ്ഷൻ എന്നിട്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നറിയാൻ പല തിരഞ്ഞെടുപ്പിൻ്റെ മുഖത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില വിഷയങ്ങൾക്ക് ചിലപ്പോൾ നമ്മളുടെ അപേക്ഷ വേറെ ആവശ്യം വേറെ ആയിരിക്കും. നമ്മുടെ ആവശ്യം എന്താണെന്ന് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. ഇപ്പം തന്നെ ഞാനൊരു ഉദാഹരണം പറയട്ടെ നിങ്ങളോട്. നമ്മുടെ ഈ പത്രോസില്ലേ, പത്രോസ് സുമന്ദ്ര ദേവാലയത്തിലോട്ട് പോകുന്ന ഒരു സംഭവം ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മുടന്തൻ അവിടെ കുത്തിയിരിപ്പുണ്ട് അല്ലേ. ആ മുടന്തൻ എന്താ ചെയ്യണത്? മുടന്തൻ പത്രോസിനെ കാണുമ്പോൾ കൈ നീട്ടും. എന്തിനാണ് കൈ നീട്ടണത്? അയാളിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് ഓർത്തിട്ടാണ് കൈ നീട്ടണം. മുടന്തൻ്റെ ആവശ്യം എന്താ? മുടന്തൻ്റെ അപേക്ഷ എന്താ? വല്ലതും ഒരു തുട്ട് കിട്ടുക അല്ലേ, 10-12 രൂപ കിട്ടുക എന്നുള്ളതാണ് പുള്ളിയുടെ ആവശ്യം. പക്ഷേ പത്രോസ് വിവേചിക്കണേ എന്താണ്? ആവശ്യമല്ല, പിന്നെന്താണ്? അല്ല, അപേക്ഷ അല്ല, പിന്നെന്താണ്? ആവശ്യമാണ്. അവൻ്റെ ആവശ്യം എന്താണ്? ഇവൻ്റെ ആവശ്യം മുടന്ത് മാറ്റുകയാണ്. ഇത് തന്നെ ഈ നിയോഗം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ 3:5 എടുത്തേ, നടപടി പുസ്തകം. നടപടി 3:5.
അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പറഞ്ഞ് അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇതാണ് ദൈവത്തിന്റെ ആവശ്യം. എന്താണ്? അവൻ എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ട് കാര്യം അവിടെ ഉണ്ട്. അവൻ എഴുന്നേറ്റ് നടന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇവന് വല്ലത് ഒരു 2 വെള്ളിത്തുട്ട് കൊടുത്തെങ്കിൽ ഒരു മനുഷ്യനെ അറിയത്തില്ല, അവനും 10 ദിവസം അറിയത്തുള്ളൂ. അവൻ എഴുന്നേൽപ്പിച്ച് നടത്തി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നാട്ടുകാരെല്ലാം പറഞ്ഞു, എടാ ഇവനല്ലേ ആ സുന്ദര കവാടത്തിൽ ഇരുന്നുകൊണ്ട് തെണ്ടിക്കൊണ്ടിരുന്ന ആള്, ഇവൻ്റെ കാലിപ്പോൾ സുഖപ്പെട്ടല്ലേ. ആരാണ് സുഖപ്പെട്ടിയത്? അത് യേശു. കണ്ട, സുവിശേഷം പോണ കണ്ടില്ലേ, സുവിശേഷം പ്രചരിക്കണ കണ്ടില്ലേ. ഇതാണ് ഇതിൻ്റെ അകത്ത് ഗുഡ്നസ് എന്ന് പറയണത്. നമ്മുടെ അപേക്ഷ മാത്രമാണെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ദൈവം അത്രയ്ക്ക് ഇൻട്രസ്റ്റ് അല്ല. അത് നിങ്ങൾ പഠിക്കണം. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? യേശു ക്രിസ്തുവിനെ ചർച്ചാ വിഷയമാക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ പിടികിട്ടില്ല ഞങ്ങൾ. അതാണ് അവർ പറഞ്ഞത്. അവൻ അപേക്ഷിച്ചു. അപ്പോൾ പത്രോസ് അവൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ല. മറിച്ച് എന്താണ്? അവൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, പൊന്നും വെള്ളിയും ഒന്നും എൻ്റെ ഇല്ല. നീ ചോദിച്ചത് പൊന്നെന്ന് പറയുന്നത് റോമൻ നാണയമാണ്, വെള്ളി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ നാണയമാണ്. അപ്പോൾ റോമാക്കാരൻ്റെ നാണയം എൻ്റെ കയ്യിലില്ല, ഇസ്രായേൽക്കാരൻ്റെ നാണയം എൻ്റെ കയ്യിലില്ല, എൻ്റെ മനസ്സിലെ കാലിയാണ്. പക്ഷേ എനിക്ക് വേറെ ഒരു സ്വത്തുണ്ട്. അതെന്താണ്? ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നസ്രായന, യേശുവിൻ്റെ നാമം. ഇത് ഞാൻ പഠിച്ചത് വെറുതെ പഠിച്ചതല്ല. അവനെ അകലക്കുടിയാണെങ്കിൽ അവൻ്റെ കഷ്ടകാലത്ത് അകലക്കുടിയാണെങ്കിൽ അനുഗമിച്ചുകൊണ്ട് ഞാൻ പഠിച്ചതാണ്. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം, എൻ്റെ കൂടെ വരണമെന്ന്. അങ്ങനെ പല പരിത്യാഗങ്ങളിലൂടെ ഞാൻ അവൻ്റെ കൂടെ പോയി പഠിച്ചെടുത്തതാണ്. ഇപ്പം അവനാണ് എൻ്റെ ഉള്ളിൽ, അതാണ് എൻ്റെ സ്വത്ത്. റോമാക്കാരൻ്റെ പൊന്ന് നാണയമല്ല, ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ വെള്ളി നാണയമല്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. സ്റ്റാൻഡ് അപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ്. അവരെ കണ്ടവരെല്ലാം പറഞ്ഞു, ഇവനല്ലേ അവിടെ സുന്ദര കവാടത്തിൽ എത്ര വർഷമായി അവിടെ കുത്തിയിരുന്ന് തെണ്ടിയത്. ഇപ്പോൾ എനിക്ക് സുഖം പ്രാപിച്ചു. അവനെ കർത്താവ് സുഖപ്പെടുത്തി. എൻ്റെ ദൈവത്തിലെ നിൻ്റെ അപേക്ഷകളെക്കാളും നിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ സാക്ഷിയാകാൻ നീ തയ്യാറായാൽ നിന്റെ ഉടമ്പടി ഇന്ന് ക്രാക്കാകും. കൈയടിക്കട്ടെ, ശ്രുതികടാലേ. നിന്റെ അപേക്ഷയേക്കാൾ വരെ നിന്റെ ആവശ്യത്തിനാണ് ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 6:33 പറയണത്, നിന്റെ ആവശ്യം എന്തെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നീ ആദ്യം ദൈവരാജ്യവും അതിന് നീതിയും അന്വേഷിക്കുക. ബാക്കിയുള്ളതെല്ലാം, നിന്റെ ആവശ്യങ്ങളെല്ലാം, നിന്റെ അപേക്ഷകളെല്ലാം ദൈവം ചേർത്ത് നൽകുന്നതാണ്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾ, അങ്ങയുടെ അവകാശം ഓഹരിയുമാകുന്ന മക്കൾ ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരും ഈ ധ്യാനം എപ്പോഴെല്ലാം എവിടെ വെച്ചെല്ലാം ഏതെല്ലാം കാലങ്ങളിൽ ആരെല്ലാം കേൾക്കുന്നുവോ അവിടെ വരെല്ലാം ദൈവത്തിൻ്റെ കൃപ ശക്തിയായി ഒഴുകട്ടെ. സ്തുതിക്കട്ടെ. പിൻകഴുത്തിന് താഴെ നീര് കെട്ടിക്കിടക്കുന്നവരെയും നീരിറങ്ങിപ്പോകാതിരിക്കുന്നവരെയും അതുകൊണ്ട് ശരീരം ചൂടായിരിക്കുന്നവരെയും അവർക്കുറങ്ങാൻ പറ്റാത്തവരെയും ഈശോ നിന്റെ തിരുമുറിവാർന്ന് വലത് കർത്താവ് സ്പർശിക്കണമേ. കർത്താവ് ശരീരത്തിന് മുഴകളുള്ളവരെ, സിസ്റ്റുള്ളവരെ, കർത്താവ് ഗ്രോത്ത് ഉള്ളവരെ നീ സ്പർശിക്കണമേ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിലെ എല്ലാ സിസ്റ്റുകളും ഗ്രോത്തുകളും മുഴകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കക്ഷത്തിനും മടക്കുകളിലും കാലിനും മടക്കുകളിലും ചൊറിഞ്ഞു പൊട്ടുകയും അത് അലർജി ആവുകയും വെള്ളപ്പാണ്ടാടെ മാറുകയും ചെയ്യുന്ന വ്യക്തികളെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് നിന്റെ തിരുമുറിവാർന്ന് അണിപ്പെടുതാർന്ന വലതുകരം ഓരോ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണ് സന്ധിബന്ധങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ.
മാംസപേശികളിലെ കർത്താവിനകത്ത് നിറയട്ടെ. ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിനകത്ത് നിറയട്ടെ. എല്ലാ രോഗങ്ങളും മാർഗരോഗങ്ങളും യേശുക്രിസ്തു നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ എല്ലാ അലർജികളും യേശുവിന്റെ നാമത്തിൽ മാഞ്ഞു പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ രോഗസൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. കർത്താവ് 1 Corinthians 1:4 പ്രാർത്ഥിക്കുന്ന ഹെൽപ്പ് ദോസ് ഹു ആർ ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്, എല്ലാ തരത്തിലുള്ള ക്ലേശം അനുഭവിക്കുന്നവരെ സഹായിക്കും കർത്താവേ. കർത്താവ് ഓരോ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ കർത്താവേ അങ്ങ് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അമ്മയെ പരിശുദ്ധമേ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെടുക. പ്രത്യക്ഷത്തിന് സ്ഥിരീകരണത്തിനായി ആയിരക്കണക്കിന് ആരാധന നടത്തി ആരാധന സന്നിധാനത്തിൽ നിന്ന് യേശുക്രിസ്തു നാമത്തെ കൽപ്പിക്കുന്ന മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവ ദുരിതങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 കർത്താവ് ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, വഴിയില്ലാത്തവര്, ഇൻ്റർവ്യൂവിന് തോറ്റവർ, പരീക്ഷയിൽ തോറ്റവർ, ഇൻ്റർവ്യൂ പ്രതീക്ഷിക്കുന്നവർ, അല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവെ ജോലി പ്രതീക്ഷിക്കുന്നവർ, നാട്ടിലേക്ക് തിരിച്ചു പോരാൻ ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാതെ കുടുങ്ങിപ്പോയവർ, വിദേശത്ത് ജയിലിലായവർ, നാട്ടിൽ ജയിലിലായവർ, എല്ലാം വ്യത്യസ്തമായ കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, വിവാഹ മോചനത്തിന് വേണ്ട കേസ് കൊടുത്തിരിക്കുന്നവർ, ഒന്നിച്ച് താമസം വീണ്ടും ആഗ്രഹിക്കുന്നവർ, അവിടെ എല്ലാം കർത്താവിൻ്റെ കരുണം, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ സാക്ഷികളാകാൻ ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. ശ്രുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ മക്കളില്ലാത്തവർ നീ ആശീർവദിക്കണമേ. വിവാഹം ഒത്തുവരാത്തവർ നീ ആശീർവദിക്കണമേ. ഭവനങ്ങളില്ലാത്തവർ നീ ആശീർവദിക്കണമേ. കേസ് അകപ്പെട്ടിരിക്കുന്നവർ നീ ആശീർവദിക്കണമേ. പലതരത്തിലുള്ള ചീത്ത സ്വഭാവങ്ങളിൽ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവരെ നീ ആശീർവദിക്കണമേ. ജപ്തിയും അതുപോലെ തന്നെ സ്ഥലം വിൽക്കാനുള്ളവർ, അതുപോലെ തന്നെ ആധ്യാത്മികമായ തകർച്ച വന്നവർ, ആധ്യാത്മികമായ പാപകരമായ ജീവിത അവസ്ഥകളിൽ കുടുങ്ങിപ്പോയവർ, എല്ലാ മാരക പാപങ്ങളും ജീവിത സാഹചര്യങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഡെലിവർ ആകട്ടെ. ശ്രുതിയുടെ നിൽക്കുക, കരയൊന്നും വേണ്ട. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ബലമായി, പ്രാർത്ഥനയുടെ ഭാഗമായി ഉടമ്പടി നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കരയാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. നീ കറക്റ്റ് റൈറ്റായിട്ടുള്ള സ്ഥലത്താണ് നീ വന്നിരിക്കണമെന്ന് ആദ്യം ഓർക്കണം. വിത്ത് റൈറ്റ് ഇൻറ്റൻഷൻ. ദൈവം അത് നിന്നെ മാനിക്കും. നിന്റെ നിയോഗങ്ങളെ, എൻ്റെ നിയോഗങ്ങളെ കർത്താവ് മാനിക്കാൻ പോകുന്നു. എന്നെ സുവിശേഷത്തിന് സാക്ഷിയാക്കാൻ പോകുന്നു. പറഞ്ഞേ, എന്റെ നിയോഗങ്ങളെ കർത്താവ് മാനിക്കാൻ പോകുന്നു, എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കാൻ പോകുന്നു. ആവർത്തിച്ച് പറഞ്ഞേ, എന്റെ നിയോഗങ്ങളെ കർത്താവ് മാനിക്കുന്നു, എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കാൻ പോകുന്നു. വീണ്ടും പറഞ്ഞേ, എന്റെ നിയോഗങ്ങളെ കർത്താവ് മാനിക്കുന്നു, എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കാൻ പോകുന്നു. മൗനമായി പ്രാർത്ഥിക്കുക. ഇന്ന് ഇത്രയും വളരെ ഫെസ്റ്റിവലായിട്ടുള്ള ദിവസമാണ്. ആ ഫെസ്റ്റിവലും കാർണിവലും ഒന്നും നോക്കാതെ കർത്താവിൻ്റെ തിരുസേന നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വിശ്വാസം വലുത് തന്നെയാണ്. ദൈവം തീർച്ചയായിട്ടും മാനിക്കും. കർത്താവിനെ തന്നെ നോക്കുക. കർത്താവ് അങ്ങയുടെ അവകാശവും അങ്ങയുടെ ഓഹരിയുമാകുന്ന മക്കള് മുടന്തം പത്തോത്തിനെ സൂക്ഷിച്ച് നോക്കിയ പോലെ അങ്ങയെ സൂക്ഷിച്ച് നോക്കുകയാണ്. അങ്ങയുടെ നാമത്താൽ അവരെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. അവർ നിനക്ക് സാക്ഷികളായ സന്തോഷത്തോടെ ഈ സാക്ഷി കൂടാരത്തിൽ വന്നുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്താൻ ലോകത്തോട് വിളിച്ചു പറയുവാനും നിനക്ക് വേണ്ടി ജീവിക്കുവാനും അവരുടെ സങ്കടങ്ങളെ, കണ്ണുനീരിൻ്റെ രോഗങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ നിമിഷം നീങ്ങിപ്പോകട്ടെ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ നമ്മൾ ശ്രവിച്ചതുപോലെ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരാൻ കൽപ്പിച്ച ഈശോയെ, ഞങ്ങളുടെ സ്വയത്തെ ഉപേക്ഷിച്ച് നിന്റെ ഹിതം മാത്രം തേടി മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ
ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അകലെയായി നിന്നെ അനുഗമിച്ച പത്രോസിന് അവസാന നിമിഷം വരെ സ്വർഗീയ വെളിപാടുകൾ നൽകി ഈശോയെ നിന്റെ സഭ പടുത്തുയർത്തിയ ആ വലിയ കാരുണ്യത്തിന് മുമ്പിൽ ഞങ്ങൾ സ്തോത്രം ചെയ്ത് ഞങ്ങളെയും ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 ഒന്ന് രണ്ട് അറിയിപ്പുണ്ട്. എല്ലാ ദിവസവും തന്നെ നമുക്ക് 7:30 കുർബാന, വൈകുന്നേരം 6:30 മണിക്കും. 2 കുർബാന ഒരു ദിവസമുണ്ട്. രാവിലെ 7 സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. പിന്നെ റാലിക്ക് ഒത്തിരിയേറെ വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട്. വോളണ്ടിയേഴ്സ് ആകാനും മാതാവിന് വേണ്ടി ചിലപ്പോൾ വോളണ്ടിയേഴ്സ് ആകുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കേണ്ടി വരും ചിലപ്പോൾ. പക്ഷെ അത് കൊന്തും ജപമാലയും ചൊല്ലിക്കൊണ്ട് നിൽക്കും. അത് നമ്മുടെ ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. നടക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് അമ്മയുടെ റാലിക്ക് വന്നവരെ ശുശ്രൂഷിച്ചുകൊണ്ടും ചിട്ടയായിട്ടും ഭംഗിയായിട്ടും അത് നയിച്ചുകൊണ്ട് പോകുന്ന ലീഡേഴ്സിൻ്റെ വോളണ്ടിയർ ലീഡേഴ്സ്. ഇപ്പോൾ റാലിയുടെ വോളണ്ടിയർ ലീഡർമാരാകാനോ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ലഭ്യമായ നമ്പറുകളെല്ലാം ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് പോകാം. അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് പറയുക. 9447285400 വിളിച്ച് പറയുക. നമ്മളെപ്പോഴും വിളിക്കുന്ന നമ്പർ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ 5 മണി വരെ ആ നമ്പർ വർക്കിംഗ് കണ്ടീഷനാണ്. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവരും കൂടിയിട്ട് ഒരു പോലീസ് ക്ലാസ്സും പിന്നെ ഒരു ധ്യാനം ഒരു ദിവസത്തെ വെക്കും. അപ്പോൾ നിങ്ങൾ വരണം. അത് മാതാവിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നേർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയാണ് റാലി വോളണ്ടിയേഴ്സ്. നമ്മുടെ ശുശ്രൂഷകൾ എല്ലാ ദിവസവും ഉള്ളത് രാവിലെ 7 മണിക്കാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനുള്ളവർക്കുള്ള ക്ലാസ് ഉള്ളത്. രണ്ടാമത്തെ ബാച്ചിന് പുതിയ ഉടമ്പടിക്കാർ 11 മണിക്കും, മൂന്നാമത്തെ ബാച്ച് പുതിയ ഉടമ്പടിക്കാർ 2 മണിക്കും. അച്ഛനെ കാണാനുള്ളവർ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടത് അച്ഛൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് വിളിച്ച് ചോദിക്കണം. ഒരു 3 ദിവസം മുമ്പ് അറിയാൻ പറ്റും. ഒരാഴ്ച മുമ്പ് ചോദിച്ചാലും അറിയാൻ പറ്റും. അച്ഛൻ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദിവസം അച്ഛൻ ഇവിടെ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കണം. ചിലപ്പോൾ ഞാൻ എമർജൻസിക്ക് മാത്രമേ പുറത്ത് പോകത്തുള്ളൂ, അല്ലാതെ വെറുതെ ഒന്നും ഒരിക്കലും പോകത്തില്ല. ഹൈ എമർജൻസിക്ക് മാത്രമേ പോകത്തുള്ളൂ. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യത്തിൽ മാത്രമേ ഞാൻ പുറത്ത് പോകത്തുള്ളൂ. അപ്പോൾ അത് നേരത്തെ അറിയിച്ചിരിക്കും. അത് കൗണ്ടറിൽ അറിയാൻ പറ്റും. ഓപ്പണായിട്ട് ഇങ്ങനെ പറയത്തില്ല, കൗണ്ടറിൽ അറിയാൻ പറ്റും.
അച്ഛൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ വിളിച്ച് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് കൃപാസനത്തെ ആരെയാണ് പരിചയം, അവർ വിളിച്ച് ചോദിച്ചാലും മതി. അപ്പോൾ അവർ ഓഫീസിൽ ചോദിച്ചിട്ട് കറക്റ്റ് നിങ്ങൾക്ക് തരും. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിലാണ് നമ്മുടെ ശുശ്രൂഷ എല്ലാം പോകുന്നത്. മാതാവ് ഉടമ്പടി തന്നിരിക്കുന്നതാണ്. അത് വ്യക്തികളുടെ ജീവൻ നവീകരണത്തിനും സുവിശേഷ സാക്ഷീകരണത്തിനും വേണ്ടിയുള്ള സംവിധാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉടമ്പടി അപ്ഡേറ്റ് ആയിരിക്കണം. ഉടമ്പടി പുതുക്കിയില്ലെങ്കിൽ പുതുക്കി വെച്ചേക്കാൻ നോക്കണം. നിങ്ങൾ ഇപ്പോൾ ഉടമ്പടിയാണോ ഇല്ലേ എന്നേ നോക്കത്തുള്ളൂ. പണ്ട് ഉടമ്പടി എടുത്തോ ഇല്ലേ എന്നല്ല നോക്കണത്, ഇപ്പോൾ നിങ്ങൾ ഉടമ്പടിയിലാണോ ഇല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അപ്ഡേഷൻ ഉണ്ടാകണമെന്ന് വിചാരിക്കണത്. ഇപ്പോൾ അച്ഛൻ കുറച്ച് നാളായിട്ട് ഉടമ്പടി എടുത്തിട്ടില്ലേ, ഉടമ്പടി വരാൻ ഒത്തില്ല, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും യാത്ര പോയി കാണും. പക്ഷേ ഇപ്പോൾ ഈ അച്ഛനെ കാണേണ്ട ഒരു അത്യാവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് നിങ്ങൾ ഉടമ്പടിയിലേക്ക് ആകാൻ പറ്റും നിങ്ങൾക്ക്. അതെല്ലാം സിമ്പിളാണ് കാര്യങ്ങൾ. സുവിശേഷ വേല അത് ഉടമ്പടിയുടെ ഒരു ആധ്യാത്മികമായ ഒരു ഉത്തരവാദിത്വമാണത്. സുവിശേഷ വേല അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടാൽ മതി. വലിയ സാക്ഷ്യങ്ങൾ പറയുന്നവരെല്ലാം ദൈവത്തിന് വേണ്ടി വേല ചെയ്തതാണ്. ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ സ്വന്തം കാര്യം മാത്രം വയറ്റിപ്പിഴപ്പായിട്ട് നടക്കുന്നവർക്കാണ് സാക്ഷ്യം താമസിച്ച് പോണത്. അല്ലെങ്കിൽ താമസിക്കേണ്ട ഒരു കാര്യമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ സാക്ഷ്യമുള്ള ഒരേ ഒരു പ്രാർത്ഥന ഉടമ്പടി നിങ്ങൾക്കറിയാമല്ലോ. യൂട്യൂബിൽ നോക്കിയാൽ മതി, അപ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് സാക്ഷ്യം ആരും പറയാതിരിക്കരുത്, സാക്ഷ്യം പാത്ത് വെക്കരുത്, പതുക്കി വെക്കരുത്, നാളെ പറയാൻ മാറ്റി വെക്കരുത്. കാര്യം അത് സാക്ഷ്യം ദൈവത്തിൻ്റെ ഓഹരിയാണ്, നിങ്ങളുടേതല്ല. വൺസ് ഇറ്റ് ഈസ് ഗിവൺ യു, നിങ്ങൾക്കത് തന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് നമ്മുടെ കടമാണ്.